ഇന്ന് കുറച്ചധികം വൈകിയായിട്ട് എണീറ്റത്, 8:30 ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ വെള്ളം എടുത്ത് കുറച്ച് കുടിച്ചിട്ടാണ്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് കയറണ്ടെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അതിന് ശേഷം പുട്ടും കടലക്കറിയായിട്ട് ഉണ്ടാക്കിയത്. പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ടായിരുന്നു. ഗോതമ്പ് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് റേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് റേഷൻ കിട്ടിയ ഗോതമ്പായിരുന്നു. അത് 5 കിലോത്തോളം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണേ. അത് ഞങ്ങൾ പൊടിപ്പിച്ചിട്ട് ഇപ്പോൾ അത് വെച്ചിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ പുട്ട് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെച്ചിരുന്ന പാത്രങ്ങളാണ്. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞ് വേഗം തന്നെ വെയിലത്ത് വെച്ച് ഉണക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കാനായിട്ട്. ഒരുപാട് വെയിൽ ഇതാവുന്നതിന് മുന്നേ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം കഴുത്ത് വേദന വന്ന ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാട്ടോ. ഇനി അതുപോലെ വരുമെന്നുള്ള പേടിയായതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ്. പിന്നെ വേഗം പോയി കുളി കഴിഞ്ഞ് വന്ന ശേഷം ഞാനൊരു ഷെയ്ക്ക് അടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഷെയ്ക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, പാലിൽ പഴമൊന്നും ഇടില്ല, ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഇടുന്നത്. അപ്പോൾ അതിട്ടിട്ട് ജ്യൂസ് പോലെ ഇങ്ങനെ അടിച്ചു കുടിക്കും, ഷെയ്ക്ക് പോലെ അടിച്ചു കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് അലക്കാനുണ്ടായിരുന്ന തുണികൾ കുറച്ചൊക്കെ ഞാൻ ഗേറ്റുമ്മ കൊണ്ടുവന്ന് വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുകളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗേറ്റുമ്മേൽ ഞാനിങ്ങനെ തുണിയൊക്കെ വിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ എൻ്റെ ചേച്ചി അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഊണൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. ഞാനാണെങ്കിൽ ഇന്ന് തട്ടിക്കൂട്ട് കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഏട്ടനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരാൾ ഞങ്ങളുടെ പുതിയ പൊന്നനാണ് കേട്ടോ. പുതിയ പൊന്നൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഴയ പൊന്നൻ ഞങ്ങളെ വിട്ടു പോയി. നമുക്ക് ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ, പെട്ടെന്ന് അവളങ്ങനെ പോയപ്പോൾ. അതിൻ്റെ കഴുത്തിൽ കയറ് ഉരുങ്ങിയിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോയിലൊക്കെ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പൊന്നനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുഞ്ഞി പൊന്നനെ വേറെ വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പൊന്നൻ. അത് ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അവൾ. അങ്ങനെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്നറിയോ ഇവരെ സ്നേഹിക്കുന്ന. ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് സ്നേഹിച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ വാലെങ്കിലും ആട്ടോ എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പട്ടീനെയും പൂച്ചനെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും പൊന്നൻ്റെ ഡാൻസ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.